നമസ്കാരം. ഇനി പറയുന്ന വാചകങ്ങൾ ദയവായി ശ്രദ്ധിക്കൂ. ഞാൻ ഇന്നലെ രാത്രി നീണ്ട വാലുള്ള ഒരു ജീവിയെ കണ്ടു. ഇതിൽ നീണ്ട വാലുള്ള ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത്, ജോൺ വളരെ കട്ടിമീശയുള്ള ഒരാളാണ്. ഇവിടെ മീശയുള്ള എന്ന വാക്കും ശ്രദ്ധിക്കുക. അടുത്തത്, വളരെ മനോഹരമായ തലമുടിയുള്ള ഒരു സ്ത്രീയാണ് ജമീല. ഇവിടെ തലമുടിയുള്ള എന്ന വാക്ക് ശ്രദ്ധിക്കുക. അടുത്തത്, ഒരുപാട് കോട്ടകളുള്ള ഒരു നഗരമാണ് തിരുവനന്തപുരം. ഇവിടെ കോട്ടകളുള്ള എന്ന വാക്ക് ശ്രദ്ധിക്കുക. ഇതുപോലെ ഉള്ള എന്നർത്ഥം വരുന്നതിന് ഏത് വാക്കാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കേണ്ടത് എന്ന് അറിയാമോ? അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. കൂടാതെ ഈ ചാനലിൽ ഒരു വ്യൂവർ ഞാൻ ഇതുവരെ പഠിപ്പിക്കാത്ത കാര്യങ്ങളെപ്പറ്റിയുള്ള കുറേ സംശയങ്ങൾക്ക് ഉത്തരം ആവശ്യപ്പെട്ടിരുന്നു. അതിൽ കുറച്ച് സംശയങ്ങൾക്ക് ഇന്ന് ഇവിടെ ഞാൻ ഉത്തരം നൽകുന്നുണ്ട്. ബാക്കിയുള്ളത് തുടർന്നു വരുന്ന വീഡിയോകളിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്നതിനാൽ ആണ് ഒരു വ്യക്തിയുടെ സംശയങ്ങൾക്ക് ഇവിടെ ഞാൻ വിശദീകരണം നൽകുന്നത്. കൂടാതെ എൻ്റെ ഇമെയിൽ ID ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ ചേർത്തിട്ടുണ്ട്. ഏതെങ്കിലും സംശയ ദൂരീകരണത്തിന് അത് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ ഹാവിങ് എന്ന വാക്കാണ് ഇന്ന് പഠിക്കുന്നത്. അതിന് ഉള്ള അല്ലെങ്കിൽ ഉള്ളത് എന്ന അർത്ഥമാണ് ലഭിക്കുന്നത്. നമുക്ക് സെൻറ്റൻസിലോട്ട് കടക്കാം. ഐ സോ എ സ്ട്രേഞ്ച് അനിമൽ ഹാവിങ് എ ലോങ് ടെയിൽ. ഐ സോ ഞാൻ കണ്ടു, എ സ്ട്രേഞ്ച് അനിമൽ അപരിചിതമായ ഒരു മൃഗത്തെ, ഹാവിങ് ഉള്ള, എ ലോങ് ടെയിൽ ഒരു നീണ്ട വാലുള്ള പരിചിതമില്ലാത്ത ഒരു മൃഗത്തെ ഞാൻ കണ്ടു. ഇവിടെ ഹാവിങ് എ ലോങ് ടെയിൽ എന്ന വാക്കുകളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു നീണ്ട വാലുള്ള, ഉള്ള എന്നർത്ഥം വരുന്നു ഹാവിങ് ചേർക്കുമ്പോൾ. അടുത്ത സെൻറ്റൻസ് നോക്കൂ. ഐ സോ എ മാൻ ഹാവിങ് എ ലോങ് മസ്റ്റാഷ് ആൻഡ് സ്ട്രോങ് മസിൽസ്. ഐ സോ എ മാൻ ഞാനൊരു മനുഷ്യനെ കണ്ടു, ഹാവിങ് ഉള്ള, എന്തുള്ള, എ ലോങ് മസ്റ്റാഷ് ഒരു നീണ്ട മീശയുള്ള, ആൻഡ് സ്ട്രോങ് മസിൽസ് നല്ല കരുത്തുള്ള പേശികളും ഉള്ള, നല്ല കരുത്തുള്ള പേശികളും നീണ്ട മീശയുമുള്ള ഒരാളെ ഞാൻ കണ്ടു. ഹാവിങ് ഉള്ള, ഹാവിങ് ലോങ് മസ്റ്റാഷ് ആൻഡ് സ്ട്രോങ് മസിൽസ് ആ വാക്കുകളാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത്, വി നോ എ ബിൽഡിംഗ് ഇൻ ദ സ്ട്രീറ്റ് ഹാവിങ് എ ടോൾ ടവർ. വി നോ ഞങ്ങൾക്കറിയാം, എ ബിൽഡിംഗ് ഒരു കെട്ടിടം, ഇൻ ദ സ്ട്രീറ്റ് തെരുവിൽ, ഹാവിങ് എ ടോൾ ടവർ വളരെ പൊക്കമുള്ള ഒരു ടവർ. ഹാവിങ് എ ടോൾ ടവർ, ഹാവിങ് ഉള്ള, എ ടോൾ ടവർ ഒരു പൊക്കമുള്ള ടവർ, ഒരു പൊക്കമുള്ള ടവറുള്ള ഒരു കെട്ടിടം ഈ സ്ട്രീറ്റിൽ ഞങ്ങൾക്ക് അറിയാം, തെരുവിൽ ഞങ്ങൾക്ക് അറിയാം. നെക്സ്റ്റ്, they told me that they had met a woman having a long white hair. They told me that അവർ എന്നോട് പറഞ്ഞത് എന്തെന്നാൽ, they had met അവർ കണ്ടിട്ടുണ്ടായിരുന്നു, എ വുമൻ ഒരു സ്ത്രീയെ, ഹാവിങ് ഉള്ള, എന്തുള്ള, ഹാവിങ് എ ലോങ് വൈറ്റ് ഹെയർ വളരെ നീണ്ട വെളുത്ത തലമുടിയുള്ള ഒരു സ്ത്രീയെ അവർ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് അവർ എന്നോട് പറഞ്ഞു. ഇവിടെയും ഹാവിങ് എ ലോങ് വൈറ്റ് ഹെയർ ആ വാക്കുകൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, there are several homes in the city having gardens. there are ഉണ്ട്, several അനേകം, homes വീടുകൾ, in the city നഗരത്തിൽ, having gardens പൂന്തോട്ടങ്ങൾ ഉള്ള, having gardens പൂന്തോട്ടങ്ങളുള്ള അനേകം വീടുകൾ സിറ്റിയിൽ ഉണ്ട്. നെക്സ്റ്റ്, they saw an elephant having two long tucks. they saw അവർ കണ്ടു, എന്ത് കണ്ടു, an elephant ഒരു ആനയെ,
ഹാവിങ് ടു ലോങ് ടക്സ്. ടസ്ക് എന്ന് വെച്ചാൽ കൊമ്പ്. ടക്സ് അതിൻ്റെ പ്ലൂറലാണ് കൊമ്പുകൾ. അങ്ങനെ നീണ്ട 2 കൊമ്പുകളുള്ള ഒരാനയെ അവർ കണ്ടു. നെക്സ്റ്റ്, there were several plants in the garden having beautiful flowers. there were ഉണ്ടായിരുന്നു, several plants അനേകം ചെടികൾ, in the garden പൂന്തോട്ടത്തിൽ അനേകം ചെടികൾ ഉണ്ടായിരുന്നു. having beautiful flowers വളരെ മനോഹരമായ പൂക്കളുള്ള അനേകം ചെടികൾ പൂന്തോട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കുവാനുള്ളത് ഹാവിങ് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്, മനോഹരമായ പൂക്കളുള്ള. നെക്സ്റ്റ്, വി നോ മെനി പീപ്പിൾ ഹാവിങ് ഡിഫറെൻറ്റ് സ്കിൽസ്. വി നോ ഞങ്ങൾക്കറിയാം, മെനി പീപ്പിൾ അനേകം ആളുകളെ, ഹാവിങ് ഡിഫറെൻറ്റ് സ്കിൽസ് വ്യത്യസ്ത കഴിവുകൾ ഉള്ള. ഹാവിങ് ഡിഫറെൻറ്റ് സ്കിൽസ് വ്യത്യസ്ത കഴിവുകൾ ഉള്ള. നെക്സ്റ്റ്, ഐ നോ എ ഗേൾ ഹാവിങ് കൈൻഡ് ഹാർട്ടഡ്. ഐ നോ എ ഗേൾ എനിക്കൊരു പെൺകുട്ടിയെ അറിയാം. ഹാവിങ് ഉള്ള, എന്തുള്ള, കൈൻഡ് ഹാർട്ടഡ് ദയയുള്ള മനസ്സുള്ള ഒരു പെൺകുട്ടിയെ എനിക്കറിയാം. നെക്സ്റ്റ്, there are several ponds in the village having a variety of fish. there are ഉണ്ട് several അനേകം ponds കുളങ്ങൾ, in the village ഗ്രാമത്തിൽ, having a variety of fish having ഉള്ള, എന്തുള്ള, a variety of fish പലതരത്തിലുള്ള മീനുകളുള്ള ഒരുപാട് കുളങ്ങൾ ഈ ഗ്രാമത്തിൽ ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഹാവിങ് എ വെറൈറ്റി ഓഫ് ഫിഷ്, വളരെ വിവിധ തരത്തിലുള്ള മീനുകളുള്ള. ഇവിടെ എ വെറൈറ്റി ഓഫ് ഫിഷ് എന്ന് വെച്ചാൽ, വെറൈറ്റി എന്ന് വെച്ചാൽ വിവിധ തരത്തിലുള്ള മീനുകളുള്ള. അപ്പോൾ വിവിധ തരത്തിലുള്ള മീനുകൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഫിഷ് ഏകവചനമായ വാക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ബഹുവചന അർത്ഥവും ഇംഗ്ലീഷിലുണ്ട്. പകരം വേണമെങ്കിൽ ഫിഷസ് എന്ന വാക്കും പ്ലൂറലായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ പ്ലൂറലിന് ഫിഷ് എന്ന വാക്കും ഉപയോഗിക്കാം, ഫിഷസ് എന്ന വാക്കും ഇംഗ്ലീഷിൽ ഉപയോഗിക്കാവുന്നതാണ്. രണ്ടും ശരിയാണ്. നെക്സ്റ്റ്, സ്നേക്സ് ആർ ദ ക്രീച്ചേഴ്സ് ഹാവിങ് എ ലോങ് ബോഡി. സ്നേക്സ് ആർ ദ ക്രീച്ചേഴ്സ് പാമ്പുകൾ സൃഷ്ടികളാകുന്നു. ഹാവിങ് ഉള്ള, എന്തുള്ള, എ ലോങ് ബോഡി വളരെ നീണ്ട ശരീരമുള്ള. ഹാവിങ് എ ലോങ് ബോഡി വളരെ നീണ്ട ശരീരമുള്ള ക്രീച്ചേഴ്സ് ആണ്, സൃഷ്ടികളാണ്. എന്താണ്? സ്നേക്സ്, പാമ്പുകൾ. നെക്സ്റ്റ്, there is a beach here having many cliffs. there is ഉണ്ട്, എ ഒരു, ബീച്ച് ഹിയർ ഇവിടെ ഒരു കടപ്പുറമുണ്ട്. having many cliffs, ക്ലിഫ്സ് എന്നാൽ പാറക്കെട്ടുകൾ. many cliffs വളരെയധികം പാറക്കെട്ടുകൾ, അനേകം പാറക്കെട്ടുകളുള്ള ഒരു ബീച്ച് ഇവിടെയുണ്ട്. ഇവിടെ നമ്മൾ പഠിച്ചത് ഹാവിങ് എന്ന വാക്കാണ്. ഇതിന് ഉള്ള എന്ന അർത്ഥമാണ്. ചിലയിടത്ത് ഇതിന് ഉള്ളത് എന്ന അർത്ഥം അപൂർവമായിട്ട് വരാറുണ്ട്. ഒരു വ്യൂവർ എന്നോട് ചോദിച്ച ചില സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ആദ്യത്തേത്, ഒരേ സെൻറ്റൻസിൽ ഒരുപോലെയുള്ള ഒന്നിലധികം വാക്കുകൾ വന്നാൽ അവയുടെ അർത്ഥങ്ങൾ നമ്മൾ എങ്ങനെ തിരിച്ചറിയുമെന്നുള്ളതാണ്. അതാണ് ആദ്യം തന്നിരിക്കുന്നത്. സം സിമെട്രിക്കൽ വേർഡ്സ് ഇൻ എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിൽ ഒരുപോലെയുള്ള വാക്കുകൾ, സം കുറച്ച്, സിമെട്രിക്കൽ ഒരുപോലെയുള്ള വേർഡ്സ് വാക്കുകൾ ഇൻ എ സെൻറ്റൻസ് ഒരു വാചകത്തിൽ ഒരുപോലെയുള്ള കുറേ വാക്കുകൾ. ആദ്യ സെൻറ്റൻസ്, ഡു യു ഡു യുവർ ഹോം വർക്ക് ഡെയിലി. എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങളുടെ ഹോം വർക്ക് ചെയ്യാറുണ്ടോ? ഈ സെൻറ്റൻസിൽ 2 ഡു എന്ന വാക്കുകൾ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് സാധാരണയായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഒരു സെൻറ്റൻസിൻ്റെ ഉള്ളിൽ ഒരു ആക്സിലറി വെർബ് വരികയാണ് എങ്കിൽ സാധാരണഗതിയിൽ ആ ആക്സിലറി വെർബ് ഉപയോഗിച്ച് ചോദ്യരൂപമുണ്ടാക്കുവാൻ കഴിയും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഡു എന്ന വാക്ക് ഉപയോഗിച്ചിട്ടാണ് ചോദ്യവാചകം ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും ഡു എന്ന വാക്ക്, ആദ്യം ഉപയോഗിച്ചിരിക്കുന്ന ഡു എന്ന വാക്ക് ഇവിടെ ചോദ്യരൂപമാണ്. അത് ചോദ്യരൂപം ചോദിക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്ന ആക്സിലറി വെർബാണ്.
അപ്പോൾ അതുകൊണ്ട് അത് ആക്സിലറി വെർബാണ്. അതേസമയം യുവിന് ശേഷം വരുന്ന ഡു എന്നത് ചെയ്യുക എന്ന അർത്ഥമാണ് അവിടെ വരുന്നത്. അത് ഇവിടെ മെയിൻ വെർബ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. അടുത്ത സെൻറ്റൻസ്, വി ഹാഡ് അവർ ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങൾ ഞങ്ങളുടെ പ്രഭാത ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ രണ്ട് ഹാഡ് എന്ന വാക്കുകൾ അടുത്തടുത്ത് വരികയാണ്. ഇതിൽ ഏത് ഹാഡ് ആക്സിലറി വെർബും ഏത് ഹാഡ് മെയിൻ വെർബും എന്ന സംശയം സ്വാഭാവികമായും ഉണ്ടായേക്കാം. ഇവിടെ രണ്ടാമത്തെ ഹാഡ് കഴിച്ചു എന്ന അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് കഴിക്കുക എന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഹാവ് എന്ന് പറയും. അതിൻ്റെ പാസ്റ്റ് ടെൻസ് രൂപമാണ് ഹാഡ്, കഴിച്ചു എന്നത്. നമുക്ക് അതിന് പകരം ഈറ്റ്, കഴിക്കുക, തിന്നുക എന്ന അർത്ഥമുള്ള ഈറ്റ് എന്ന വാക്ക് അവിടെ പ്രയോഗിക്കാം. അപ്പോൾ അവിടെ ആ രണ്ടാമത്തെ ഹാഡിന് തൊട്ട് മുമ്പും ഹാഡാണ് ആക്സിലറി വെർബായിട്ട് അവിടെ യഥാർത്ഥത്തിൽ വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഹാസ്, ഹാവ്, ഹാഡ് ഇവയ്ക്ക് ശേഷം ഒരു വെർബ് വരികയാണ് എങ്കിൽ ആ വെർബ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപത്തിലുള്ളതായിരിക്കും എന്നുള്ളത്. അതായത് ക്രിയയുടെ V3 ഫോം. അപ്പോൾ അങ്ങനെ ആ നിയമം വെച്ച് നമ്മൾ ഈറ്റ് എന്ന വെർബിൻ്റെ V3 ഫോം ഈറ്റൻ എന്ന രൂപം അവിടെ ചേർക്കുകയാണ് രണ്ടാമത്തെ ഹാഡിന് പകരം. അപ്പോൾ നമുക്ക് ഇങ്ങനെ വായിക്കാം, വി ഹാഡ് ഈറ്റൻ അവർ ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അർത്ഥം ശരിയായിട്ട് തന്നെ വരികയാണ്. രണ്ടാമത്തെ ഹാഡിന് പകരം ഈറ്റൻ കൊടുത്തപ്പോൾ ശരിക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന അർത്ഥം തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ ഹാഡ് ആക്സിലറി വെർബാണ്, രണ്ടാമത്തെ ഹാഡാണ് മെയിൻ വെർബ്. അടുത്ത സെൻറ്റൻസ്, യുവർ വിൽ ലീഡ് യു ടു അച്ചീവ് യുവർ ഗോൾ. യുവർ വിൽ നിങ്ങളുടെ ഇച്ഛ. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ വിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇച്ഛ, ആഗ്രഹം എന്ന വാക്കാണ് ആ വില്ലിന് വന്നിരിക്കുന്നത്. ഇവിടെ അർത്ഥം യുവർ വിൽ ലീഡ് യു ടു അച്ചീവ് യുവർ ഗോൾ. യുവർ വിൽ ലീഡ് യു നിങ്ങളുടെ ഇച്ഛ നിങ്ങളെ നയിക്കും. ടു അച്ചീവ് നേടിയെടുക്കുവാൻ, യുവർ ഗോൾ നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കുവാൻ നിങ്ങളുടെ ഇച്ഛ നിങ്ങളെ നയിക്കും എന്നാണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം. അപ്പം നമുക്കിനി ഓരോ വാക്കിൻ്റെയും അർത്ഥമെടുത്ത് നോക്കാം. യുവർ വിൽ നിങ്ങളുടെ ഇച്ഛ. അപ്പോൾ ആദ്യത്തെ വിൽ ഇവിടെ ഇച്ഛ അഥവാ ആഗ്രഹം എന്ന നാമരൂപമാണ്. രണ്ടാമത്തെ വിൽ ആണ് ഇവിടെ ആക്സിലറി വെർബ്. കാരണം വിൽ ലീഡ് നയിക്കും, യു നിങ്ങളെ, ടു അച്ചീവ് നേടിയെടുക്കുവാൻ, യുവർ ഗോൾ നിങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് ആശയം പെട്ടെന്ന് മനസ്സിലായി. യുവർ വിൽ നിങ്ങളുടെ ഇച്ഛ എന്നത് ആദ്യത്തെ വില്ലിന് ഇച്ഛ എന്നാണ് അർത്ഥം. രണ്ടാമത്തെ വില്ല് ആക്സിലറി വെർബുമാണ്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കൂ. നോ സെൻറ്റൻസ് എൻഡ്സ് വിത്ത് ബിക്കോസ് ഈസ് എ കൺജങ്ഷൻ. നോ സെൻറ്റൻസ് എൻഡ്സ് വിത്ത് ബിക്കോസ്. ഒരു സെൻറ്റൻസും ബിക്കോസ് എന്ന വാക്കിൽ അവസാനിക്കുന്നില്ല. ബിക്കോസ് എന്ന വാക്ക് കൊണ്ട് അവസാനിക്കുന്നില്ല. ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ ബിക്കോസ് ഈസ് എ കൺജങ്ഷൻ. ബിക്കോസ് എന്ന വാക്ക് ഒരു കൺജങ്ഷനാണ്. ഒരു കൺജങ്ഷൻ എന്ന് പറയുന്നത് രണ്ട് വാക്കുകളെയോ വാക്യങ്ങളെയോ വാചകങ്ങളെയോ മറ്റേതെങ്കിലും രീതിയിലുള്ള രണ്ട് പദങ്ങളെയോ കൂട്ടി യോജിപ്പിക്കുവാൻ അവയ്ക്കിടയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് കൺജങ്ഷൻ. അതുകൊണ്ട് അത് ഒരിക്കലും ഒരു വാചകത്തിൻ്റെ അവസാനം വരികയില്ല. അപ്പോൾ അതാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. നോ സെൻറ്റൻസ് എൻഡ്സ് വിത്ത് ബിക്കോസ്. ഒരു സെൻറ്റൻസും ബിക്കോസ് എന്ന വാക്കിൽ അവസാനിക്കുകയില്ല, അല്ലെങ്കിൽ വാക്ക് കൊണ്ട് അവസാനിക്കുകയില്ല. ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ ബിക്കോസ് ഈസ് എ കൺജങ്ഷൻ. അതൊരു മലയാളത്തിൽ ഗ്രാമറിൽ പറഞ്ഞാൽ അതൊരു ഘടകമാണ്, അതൊരു കൺജങ്ഷനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അർത്ഥമെടുക്കുമ്പോൾ നോ സെൻറ്റൻസ് എൻഡ്സ് വിത്ത് ബിക്കോസ് എന്ന വാക്കുകൊണ്ടൊരു വാചകവും അത് അവസാനിക്കുന്നില്ല. അടുത്തതാണ് ബിക്കോസ്, എന്തുകൊണ്ടെന്നാൽ. ബിക്കോസിൻ്റെ യഥാർത്ഥാർത്ഥം എന്തുകൊണ്ടെന്നാൽ. അത് രണ്ടാമത് വന്ന വാക്കിനാണ് അർത്ഥം, ആ അർത്ഥം വരുന്നത്. ഇനി മൂന്നാമത് വന്ന ബിക്കോസിന് വീണ്ടും അതൊരു ബിക്കോസ് എന്ന വാക്ക് എന്ന അർത്ഥത്തിലാണ് വരുന്നത്. ബിക്കോസ് ഈസ് എ കൺജങ്ഷൻ. ബിക്കോസ് എന്ന വാക്ക് ഒരു കൺജങ്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ ആശയം മനസ്സിലായി കാണും.
നോ സെൻറ്റൻസ് എൻഡ്സ് വിത്ത് ബിക്കോസ് എന്ന വാക്കുകൊണ്ട് ഒരു സെൻറ്റൻസും അവസാനിക്കുന്നില്ല. അടുത്ത ബിക്കോസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ അടുത്ത ബിക്കോസ് എന്ന് പറയുന്നത് ആ വാക്ക് ഈസ് എ കൺജങ്ഷൻ, അതൊരു കൺജങ്ഷനാണ്. ഈ സെൻറ്റൻസിൻ്റെ പിന്നിലൊരു ഹിസ്റ്ററിയുണ്ട്, ഒരു ചരിത്രമുണ്ട്. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ CN അണ്ണാദുരൈ അവർകൾ ഒരു വിദേശ സർവകലാശാല സന്ദർശിച്ചപ്പോൾ ഇന്ത്യക്കാരായ വിദ്യാർത്ഥികൾ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമാണ്, ബിക്കോസ് എന്ന വാക്ക് തുടർച്ചയായി 3 എണ്ണം വരുന്ന ഒരു സെൻറ്റൻസ് താങ്കൾക്ക് പറയുവാൻ കഴിയുമോ എന്ന്. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് ഈ സെൻറ്റൻസ്. ഇനി അടുത്തത് നോക്കൂ. അടുത്തത് ഡു യു ഹാവും ഹാവ് യു എന്നീ 2 വാക്കുകൾ ഉപയോഗിച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ആ ചോദ്യകർത്താവ് എന്നോട് ചോദിച്ച മറ്റൊരു സംശയം. ഇവിടെ ആദ്യം ഡു യു ഹാവ് എങ്ങനെ ഉപയോഗിക്കുന്നു, ഏത് സാഹചര്യത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഡു യു ഹാവ് ഈസ് യൂസ്ഡ് ടു ഇൻക്വയർ അബൌട്ട് എ പൊസഷൻ ഓർ അവൈലബിലിറ്റി. ഡു യു ഹാവ് ഈസ് യൂസ്ഡ് ടു ഇൻക്വയർ, ഡു യു ഹാവ് ഉപയോഗിക്കപ്പെടുന്നു ടു ഇൻക്വയർ അന്വേഷിക്കുവാൻ, എബൌട്ട് എ പൊസഷൻ എന്തെങ്കിലും ഉടമസ്ഥതയെപ്പറ്റി അന്വേഷിക്കുവാനും, ഓർ അവൈലബിലിറ്റി ലഭ്യതയെപ്പറ്റി ചോദിക്കുവാനും. എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുവാൻ, അത് ഉടമസ്ഥതയാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ലഭ്യത അതുമാവാം, അവയെപ്പറ്റി ചോദിക്കുവാനാണ് ഡു യു ഹാവ് ഉപയോഗിക്കുന്നത്. ഉദാഹരണം, ഡു യു ഹാവ് എ സിസ്റ്റർ, നിങ്ങൾക്കൊരു സഹോദരിയുണ്ടോ? ഡസ് ഹി ഹാവ് എ കാർ, അവന് ഒരു കാറുണ്ടോ? നമ്മൾ നേരത്തെ പഠിച്ചു ഹി എന്നത് ഏകവചനമാണ്, അതിനുശേഷം ഹാസ് എന്ന ഏകവചന വാക്കാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ ഡസ് എന്ന വാക്ക് ഹീക്ക് മുമ്പ് വന്നിട്ടുള്ളത് കൊണ്ട് ഹീക്ക് ശേഷം അതിൻ്റെ റൂട്ട് ഫോമായ, അതായത് ഹാവ്, ഹാസ് ഇവയുടെ റൂട്ട് ഫോം എന്ന് പറയുന്നത് ഹാവാണ്, പ്ലൂറൽ ഫോമാണത്, അതാണ് അവിടെ വരേണ്ടത്. അതുകൊണ്ട് ഡസ് ഹി ഹാസ് എ കാർ എന്നല്ല ചോദിക്കേണ്ടത്, ഡസ് ഹി ഹാവ് എ കാർ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. ഹിയർ റൂട്ട് ഫോം ഹാവ് ഈസ് യൂസ്ഡ് ആസ് ഇറ്റ് കംസ് ആഫ്റ്റർ ഡസ്, ഡസ്സിന് ശേഷം അത് വരുന്നത് കൊണ്ട് ഹാവ് എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എക്സാമ്പിൾ, ഉദാഹരണം, ഹി വർക്ക്സ്, അവൻ ജോലി ചെയ്യുന്നു. ഈ ഒരു വാക്യത്തെ നമ്മൾ പിരിച്ചെഴുതുമ്പോൾ ആ വർക്ക്സ് എന്ന് പിരിച്ച് ഡസ് അധികം വർക്ക് എന്നാണ് പിരിച്ചെഴുതുക. വർക്ക്സ് എന്നതിനെ പിരിക്കുമ്പോൾ ഡസ് അധികം വർക്ക്, ഡസ് എന്ന വാക്ക് അവിടെ വന്നാൽ വർക്ക്സ് വർക്കായിട്ട് മാറും. വർക്ക് എന്നത് റൂട്ട് ഫോമിൽ ഉള്ള രൂപമായിട്ട് മാറി. ആ നിയമമാണ് തൊട്ടുമുകളിൽ ഹാവിൻ്റെ ഉപയോഗത്തിൽ കൊടുത്തിരിക്കുന്നത്. ഡസ് വന്നതിന് ശേഷം ഹാസ് വരികയില്ല, പകരം അവിടെ ഹാവ് വന്നു. അടുത്ത് ഉദാഹരണം, ഡു യു ഹാവ് സം മണി, അതായത് ഡു യു ഹാവ് ഉപയോഗിക്കുന്ന അടുത്ത ഉദാഹരണമാണ് ഡു യു ഹാവ് സം മണി. അത് ലഭ്യതയെ സൂചിപ്പിക്കുവാൻ വേണ്ടിയുള്ളതാണ്. താങ്കളുടെ കൈവശം കുറച്ച് കാശ് കാണുമോ, കാശ് എടുക്കാനുണ്ടാവുമോ എന്നർത്ഥത്തിൽ ഡു യു ഹാവ് സം മണി, താങ്കളുടെ കൈവശം കുറച്ച് കാശുണ്ടാവുമോ. ചോദ്യകർത്താവിനും ചിലപ്പോൾ അയാളിൽ നിന്നും കാശ് ആവശ്യമുണ്ടായിരുന്നിരിക്കാം എന്നൊരാശയം കൂടി അവിടെ ഉണ്ട്. അതേസമയം ഹാവ് യു എന്ന ശൈലി ഉപയോഗിക്കുമ്പോൾ ഏത് സാഹചര്യത്തിലാണ് അത് ഉപയോഗിക്കുന്നത്? ഹാവ് യു ഈസ് യൂസ്ഡ് ടു ഇൻക്വയർ അബൌട്ട് ആൻ ആക്ഷൻ ഓർ എക്സ്പീരിയൻസ്. അത് ഉപയോഗിക്കുന്നത് അബൌട്ട് ആൻ ആക്ഷൻ, ഒരു പ്രവൃത്തിയെയോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്, അനുഭവത്തെ പറ്റി ചോദിക്കുമ്പോഴാണ് ഹാവ് യു ഉപയോഗിച്ച് ചോദ്യം ചോദിക്കുന്നത്. എക്സാമ്പിൾ, ഹാവ് യു എവർ ബീൻ ടു ലണ്ടൻ, താങ്കൾ എപ്പോഴെങ്കിലും ലണ്ടനിൽ പോയിട്ടുണ്ടോ? അതൊരു എക്സ്പീരിയൻസ്, അതിനെപ്പറ്റിയാണ് അവിടെ ചോദിച്ചത്. അടുത്ത, ഹാസ് ഹീ റിട്ടൺ എനി ബുക്ക്, അദ്ദേഹം ഏതെങ്കിലും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടോ? അതൊരു പ്രവൃത്തി, ആക്ഷനാണ്.